ഞങ്ങളുടെ എന്റെയും ഫിറോസിക്കാരുടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത്. ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തുന്നത് ഒരു വലിയ വിവാദമാണ്. ബിഗ് ബോസ് താരങ്ങളായ സജ്ഞയും ഫിറോസ് ഖാനും വേർപിരിഞ്ഞതിന് പിന്നിൽ മൂന്നാമതൊരാൾ ഇല്ലെന്ന് ഇവർ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയും സജ്നയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ സജ്ന നേരിട്ട് പ്രതികരണവുമായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ഇന്ന് നമ്മൾക്കൊന്ന് നോക്കാം. അപ്പോൾ സജ്നയുടെ വെളിപ്പെടുത്തൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? 2023 ഡിസംബറിലാണ് സജ്നയും ഫിറോസും ഡിവേഴ്സായ കാര്യം പുറം ലോകം അറിയുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ട് കഴിഞ്ഞ 4 വർഷമായി സജ്നയും റസൂൽ പൂക്കുട്ടിയും പ്രണയത്തിലാണ്. അതായത് ഫിറോസുമായിട്ടുള്ള വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ബന്ധം തുടങ്ങിയിരുന്നു എന്ന് സജ്നയുടെ തന്നെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ 2026 സജ്ന ഒരു ലൈവ് വീഡിയോയിലൂടെയാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നത്. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരുന്ന വാർത്തകളോട് സജ്ന പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ജീവിതം തകർക്കുവാൻ മൂന്നാമതൊരാൾ കാരണമായിട്ടില്ല. ഞങ്ങൾ മ്യൂച്വൽ ആയിട്ട് പിരിഞ്ഞതാണ്. എന്നാൽ 4 വർഷത്തെ പ്രണയത്തെക്കുറിച്ച് താൻ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ ചർച്ചയാക്കുമ്പോൾ സജ്നയ്ക്ക് മറുപടിയില്ല. താനിപ്പോൾ ഹാപ്പിയാണെന്നും കുട്ടികൾക്ക് വേണ്ടിയാണ് ഫിറോസുമായിട്ട് ഇപ്പോഴും സംസാരിക്കുന്നതെന്നും ഒക്കെ സജ്ന പറയുന്നുണ്ട്. അല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസുകാരുടെയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എന്റെയും ഫിറോസിക്കാരുടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസിക്കാർക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങൾ പല പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത്. ഞങ്ങൾ സജ്നയുടെ വീഡിയോകൾക്ക് പിന്നാലെ ഫിറോസ് ഖാനും രംഗത്തെത്തി. താൻ മണ്ടനാണെന്ന് കരുതിയവർക്ക് തെറ്റിയെന്നും കർമ്മ അതിന്റെ ഫലം നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിറോസ് പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാൻ അങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും, എത്ര വലിയ അവാർഡ് ജേതാവായാലും സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും റസൂൽ പൂക്കുട്ടിയെ പരോക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് ഫിറോസ് പറയുന്നുണ്ട്. ഇപ്പോൾ വിവാദം അവിടെയും തീരുന്നില്ല. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി പുറത്തു വിട്ടിട്ടുണ്ട്. സജിന ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ടവർക്ക് അറിയാം വാട്ട് ഈസ് ദ കോണ്ടന്റ് ഓഫ് ദാറ്റ് ലൈവ് എന്നുള്ളത്.
പെട്ടെന്നുള്ളൊരു ലൈവ് ആയതുകൊണ്ട് തന്നെ അതാരും സ്ക്രീൻ റെക്കോർഡ് ചെയ്തൊന്നും എടുത്ത് വെച്ചില്ല. ബട്ട് ദ സെയിം കോണ്ടന്റ്, റസൂൽ പൂക്കുട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് തന്നെയാണ് അതിനകത്ത് പറഞ്ഞത്. ബിക്കോസ് ദേ ആർ ഇൻ റിലേഷൻഷിപ്പ്. 4-5 വർഷമായിട്ടുള്ള റിലേഷനാണെന്നുള്ളത് സജന പറയുന്നുണ്ട്. ഒരു BMW കാർ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് സജനയും റസൂൽ പൂക്കുട്ടിയും ചേർന്ന് ഒരു പാവപ്പെട്ടവനെ ചതിച്ചുവെന്നും 1.5 ലക്ഷം രൂപ നൽകാതെ അയാളെ പോലീസ് കേസിൽ കുടുക്കി എന്നുമൊക്കെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. ആ പാവപ്പെട്ടവനെ 1.5 ലക്ഷം രൂപ കൊടുക്കാതെ ആ പാവപ്പെട്ടവനെ 8-10 ദിവസം പോലീസ് പിടിച്ച് അകത്ത് കിടത്തി അവൻ്റെ ജീവിതം ഇല്ലാതാക്കി, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവനൊരു സ്വർണം കട്ട കള്ളനാക്കി. അവനെ ഒരുപാട് കളിപ്പിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അതിലിടപെട്ടത് ഈ പൂക്കുട്ടിയാണ്, മോളിന്ന് വിളിച്ച് പറയിപ്പിച്ചിട്ട്. മനസ്സിലായോ? അതിൻ്റെ കുറേ നാറിയ കഥകൾ ഇന്ന് എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടി. ഡെഫിനറ്റ്ലി അതിൻ്റെ കർമ്മ തീർക്കാതെ പൂക്കുട്ടിക്ക് പോകാൻ പറ്റില്ല മുന്നിട്ട്. സജനയ്ക്കോ അതിൽ ഇൻവോൾവ്മെന്റ്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. സജനയുടെ വാക്കുകളും ഫിറോസിൻ്റെ ചിരിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. സത്യം എപ്പോഴും വിജയിക്കുമെന്ന് ഫിറോസ് പറയുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സജനയുടെ വെളിപ്പെടുത്തലുകൾ വിശ്വസനീയമാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ കേരളക്കര ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന സജന ഫിറോസ് വിവാഹമോചന വാർത്തകളിൽ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവാണ് വന്നിരിക്കുന്നത്. മൂന്നാമതൊരാൾ ഇല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന സജനയുടെ വാക്കുകൾ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അത് ഇന്നാള് വന്നു അല്ലെങ്കിൽ എന്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. പ്ലീസ്, ഇതിനകത്ത് ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇന്ന ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുക. അതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തും ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷേ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്റെ മൈൻഡ് തമ്മിലുള്ള എത്രയോ. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള ബന്ധം, അതിന്റെ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ആൾക്കാർ ഫിറോസ്ഖാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം നാളെ കാലത്ത് ഞാൻ അവരുമായിട്ടൊരു ഫോട്ടോ ഇട്ടാലും ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം അവരായിരിക്കും. എപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ റോവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും മ്യൂച്വലായിട്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇനി ഫിറോസ്ഖയുടെ ലൈഫിൽ ഒരു പെണ്ണ് വന്നാലോ എന്റെ ലൈഫിൽ ഒരാണ് വന്നാലോ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ പറഞ്ഞ് തീരുമാനം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പിരിഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, സംസാരിക്കാറുണ്ട്, മോന്റെ കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട്, ഫാമിലി മീറ്റ് ചെയ്യാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളെ കുഞ്ഞിതിന് ഇടയ്ക്കുണ്ട്. ഞങ്ങളുടെ ഇഷ്യൂസ് മൂന്നാമതൊരാൾ വെച്ചിട്ടല്ല എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇഷ്ടങ്ങൾ എനിക്ക് ചിലപ്പം എൻ്റെ ഫ്രണ്ട് ഫിറോസ്ഖയുടെ ഫ്രണ്ട് ആവണമെന്നില്ല, ഫിറോസ്ഖയുടെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ആവണമെന്നില്ല. പണ്ട് ഇതുപോലൊരു നമ്മൾ ഷിയാസിന്റെ വെച്ചിട്ട് എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം കിട്ടുമ്പം അതിനകത്ത് ഇങ്ങനെ മറ്റുള്ളവരെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ അവര് കാരണമാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ കുളവായെന്ന് പറയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോ, ഇനി ആരുമായിട്ട് എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോ, കുഴപ്പമേ ഇല്ല. പക്ഷെ ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്കും അത് ബാധിക്കും, വിഷമം തോന്നിക്കും. അത് ഇത് നമ്മൾ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഞാൻ ഫിറോസ്ഖയെ വിളിച്ചു നോക്കി, ഫിറോസ്ഖ ഇങ്ങനെയാണോ, ഫിറോസ്ഖ എന്റെ അടുത്തും ചോദിക്കാറുണ്ട്. മോന്റെ കാര്യത്തിന് ഞങ്ങൾ ഭയങ്കര നല്ലൊരു ഫാമിലിയായിട്ട് നിൽക്കുക. ഞങ്ങളെ കാരണം ഞങ്ങളുടെ ലൈഫിൽ മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഞങ്ങൾ പിരിഞ്ഞത്. ദയവ് ചെയ്ത് ആരെയും പിടിച്ചിടരുത്. ഇനി ഞാനൊരാളെ കല്യാണം കഴിച്ചോ, ഞാൻ ഒരാളെ സ്നേഹിച്ചോ, എന്തോ ആയിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കോട്ടെ, നാളെ ഒരാൾക്ക് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ആ ആൾ കാരണമാണ് അല്ലെങ്കിൽ ഈ ആള് കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞെന്ന് ദയവ് ചെയ്ത് പറയരുത്. പ്ലീസ്, റിക്വസ്റ്റ് ആണ് ഇത്. ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിറോസ് എന്ന് പറയണം. അതുകൊണ്ട് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിവാദത്തിന്റെ കാതൽ കിടക്കുന്നത് സഞ്ജന തന്നെ പുറത്തുവിട്ട ചില വിവരങ്ങളിലാണ്. 2026 ഏപ്രിലിൽ സഞ്ജന നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം കഴിഞ്ഞ 4 വർഷങ്ങളുമായിട്ട് ഒരാളുമായിട്ട് പ്രണയമായിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. ഇവിടെയാണ് വൈരുദ്ധ്യം വരുന്നത്. ഫിറോസ് ഖാനുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയത് 2023 ഡിസംബറിലാണ്. അങ്ങനെയെങ്കിൽ ഫിറോസിൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ സജന ഈ ബന്ധം തുടങ്ങിയിരുന്നു എന്ന് വേണം കരുതുവാൻ. ഇത് കേവലം ഗോസിപ്പല്ല, മറിച്ച് സജനയുടെ തന്നെ വാക്കുകളിൽ നിന്നും ആളുകൾ കണക്കുകൂട്ടി എടുക്കുന്ന സത്യമാണ്.
സജനയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഫിറോസ് ഖാൻ നടത്തിയ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. താൻ ഇത്രയും കാലം മിണ്ടാതിരുന്നതൊന്നും അറിയാത്തത് കൊണ്ട് അല്ലെന്നും സത്യം ഒരിക്കൽ പുറത്തു വരുമെന്നും തനിക്ക് ഉറപ്പായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കർമ്മ എന്നത് തിരിച്ചടി തുടങ്ങി എന്നൊക്കെ ഫിറോസ് വിശ്വസിക്കുന്നുണ്ട്. റസൂൽ പൂക്കുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും എത്ര വലിയ അവാർഡ് ജേതാവായാലും തരം താണ രീതിയിൽ പെരുമാറിയാൽ അത് നാണക്കേടാണ് എന്നും ഫിറോസ് വ്യക്തമാക്കുന്നുണ്ട്. ബന്ധങ്ങളിലെ വിള്ളലുകൾക്ക് പുറമെ ഇപ്പോൾ പുതിയൊരു സാമ്പത്തിക ആരോപണം കൂടി ഉയർന്നിട്ടുണ്ട്. സജനയ്ക്ക് ഒരു BMW കാറ് കൈമാറിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട കച്ചവടക്കാരനെ ചതിച്ചു എന്നാണ് സീക്രട്ട് ഏജൻറ്റ് സായി പുറത്തുവിട്ട വിവരം. 1.5 ലക്ഷം രൂപ നൽകാതെ അയാളെ പോലീസ് കേസിൽ കുടുക്കിയെന്നും ഇതിൽ റസൂൽ പൂക്കുട്ടിയുടെ ഇടപെടലുകൾ ഉണ്ടെന്നുമാണ് ആരോപണം. ഇത് സജനയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു വിഷയം നമ്മളെ ചിന്തിപ്പിക്കുന്നത് പല കാര്യങ്ങളാണ്. സെലിബ്രിറ്റികൾ തങ്ങളുടെ സ്വകാര്യ ജീവിതം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് പലപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്. സജന തൻ്റെ വീഡിയോയിൽ ആവർത്തിച്ചു പറയുന്നത് തൻ്റെ മക്കളെ ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ്. സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ചു പറയുമ്പോൾ അത് മക്കളെ ബാധിക്കുമെന്ന് എന്തുകൊണ്ട് ഇവർ നേരത്തെ ചിന്തിച്ചിട്ടില്ല എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. സജനയും ഫിറോസും പിരിഞ്ഞത് സമാധാനപരമാണ് എന്ന് അവർ തന്നെ അവകാശപ്പെടുമ്പോഴും ഫിറോസിൻ്റെ വാക്കുകളിലെ പരിഹാസവും സന്തോഷവും സൂചിപ്പിക്കുന്നത് ഇവിടെ വലിയൊരു മുറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. സത്യം എന്നും വിജയിക്കുമെന്നും ഫിറോസിൻ്റെ വാക്കുകൾ ഇത് സജനയ്ക്ക് വലിയൊരു വെല്ലുവിളിയാണ്. പാവപ്പെട്ട ഒരു കച്ചവടക്കാരനെ ചതിച്ചു എന്ന ആരോപണം കൂടി വന്നതോടെ ഇത് കേവലം ഒരു പ്രണയബന്ധത്തിൻ്റെ കഥയല്ല, മറിച്ച് ഗൗരവമേറിയ മറ്റു വശങ്ങൾ കൂടിയുള്ള ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിയമപരമായിട്ടും അല്ലാതെയും സത്യങ്ങൾ പുറത്തു വരുന്നതുവരെ നമ്മൾക്ക് കാത്തിരിക്കാം. സജനയും റസൂൽ പൂക്കുട്ടിയും ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടത് ഒന്ന് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഹൈപ്പും കൂടി കൊടുക്കുന്നതിനോടൊപ്പം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.